ഹായ് എവറി വൺ, വെൽക്കം ടു ക്ലാസ് 6 യൂട്യൂബ് ചാനൽ ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MSAT അതേപോലെ തന്നെ ലീപ്പ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ലൈവ് സെഷൻസ് ആയിട്ട് നമ്മൾ MSATന് വേണ്ടിയിട്ടുള്ള അതേപോലെ തന്നെ ലീപ്പ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ലൈവ് സെഷൻസും നമ്മളുടെ റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ സയൻസ് പല പല സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ലൈവ്സും അതേപോലെ തന്നെ റെക്കോർഡ് സെഷൻസ് ഒക്കെ നമ്മൾ ഈ ഒരു ചാനലിലും അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ചാനൽസ് ഉണ്ട്. ക്ലാസ് 7 എന്ന് പറഞ്ഞ ചാനലുണ്ട്, ക്ലാസ് 8 ആൻഡ് NMMs എന്ന് പറഞ്ഞ ചാനലുണ്ട്. അങ്ങനെ ഒരുപാട് എല്ലാ ക്ലാസ്സിനും എന്താണ് നമ്മൾ എക്സ് ആൻഡ് വൈന് ഓരോ ചാനൽസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ 10th ക്ലാസ്സിൽ അതേപോലെ തന്നെ ജനറലായിട്ട് ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരുന്നത് നമ്മൾ എക്സ് ആൻഡ് വൈ മെയിൻ ചാനലിലും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോ ഈ ഒരു എക്സാംസിനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MSATന്, അതായത് കഴിഞ്ഞ വർഷത്തെ MSATന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. അത് ഫിസിക്സ് പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്, അതായത് മോഷൻ എന്ന് പറഞ്ഞ പാർട്ടിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്ക് കോളം 1നെയും കോളം 2നെയും മാച്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. മാച്ച് ദ ഫോളോയിങ് ആണ് പറഞ്ഞത്. എ മൂവിങ് വീൽ ഓഫ് എ സ്വിങ് മെഷീൻ, അതായത് എന്താണ്, ഒരു സ്വിങ് മെഷീനിലുള്ള അതിൻ്റെ വീൽ എങ്ങനെയാണ്, അതിൻ്റെ മോഷൻ എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ മോഷൻ എങ്ങനെയാണ് സിംപ്ലി പറയുകയാണെങ്കിൽ നമുക്കെന്താണ്, നമുക്കൊരു സ്വിങ് മെഷീനിൽ വീല് വരയ്ക്കാം അല്ലേ. വീല് വരയ്ക്കുകയാണെങ്കിൽ വീൽ എങ്ങനെയാണ് ഉണ്ടാവുക, സ്വിങ് മെഷീനിലെ വീൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിന് സെൻറ്ററിലൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ആക്സിസ് ഉണ്ടാവും, അതിന് ചുറ്റുമാണ്, അതിന് എറൗണ്ട് ആയിട്ടാണ് എന്ത് അതിൻ്റെ മോഷൻ ഉണ്ടാവും. നമ്മൾ സ്വിങ് മെഷീനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിക്കലി യൂസ് ചെയ്യുന്ന സ്വിങ് മെഷീൻസ് ഉണ്ട്. ഇപ്പോൾ എല്ലാ വീട്ടിലും ഇലക്ട്രോണിക്കലായിട്ട് നമ്മൾ കോമ്പാക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സ്വിങ് മെഷീൻ ആയിരിക്കും നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുക. പക്ഷെ നമ്മൾ കുറച്ച് കാലം മുന്നേ ഒരു ഏകദേശം 20 years ഒക്കെ ബാക്ക് ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ മെക്കാനിക്കലി യൂസ് ചെയ്യുന്ന, അതായത് നമ്മൾ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള വീൽസ് ഒക്കെ ഉള്ള സ്വിങ് മെഷീൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ആ സ്വിങ് മെഷീനിൻ്റെ വീലിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞുള്ളത്. ആ സ്വിങ് മെഷീൻ്റെ വീല് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ആക്സിസിന് എറൗണ്ട് ആയിട്ടാണ് എന്ത് അതിൻ്റെ മൂവ്മെൻ്റ് ഉള്ളത്. അപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള എറൗണ്ട് ഫിക്സഡ് ആക്സിസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മോഷന് നമ്മൾ പറയുന്ന പേരാണ് എന്താ, റൊട്ടേഷണൽ മോഷൻ. അപ്പം നമ്മൾ സ്വിങ് മെഷീൻ്റെ വീല് എന്താ ചെയ്യുന്നത്, റൊട്ടേഷണൽ മോഷൻ ആണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് എ ടിപ്പ് ഓഫ് ദ മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ഇൻ 1 hour, അതായത് ഒരു മണിക്കൂറിൽ മിനിറ്റ് ഹാൻഡിൻ്റെ ടിപ്പിൻ്റെ മോഷൻ എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലോക്കിൻ്റെ ടിപ്പ് വരച്ച് നോക്കാം അല്ലേ. ക്ലോക്കിൻ്റെ മിനിറ്റ് ഹാൻഡിൻ്റെ ടിപ്പ് വരച്ച് നോക്കാം. നമുക്ക് ഒരു അവർ, അതായത് 12 നിൽക്കുകയാണ്, അതിൻ്റെ ടിപ്പ് റീജിയനാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ടിപ്പ് റീജിയൻ എങ്ങനെ ആയിരിക്കും മൂവ് ചെയ്യുക, ഇങ്ങനെ മൂവ് ചെയ്ത് എന്ത് ചെയ്യും, വീണ്ടും 12 എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ 1 hour ആവും അല്ലേ. അങ്ങനെയാണ് എന്താ അതിന് മൂവ്മെൻ്റ് ഉള്ളത്. അപ്പോൾ ടിപ്പ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ടിപ്പിൻ്റെ മോഷൻ ഇങ്ങനെ മാത്രമേ ഉള്ളൂ, ഒരു സർക്കുലർ പാത്തിലാണ് അല്ലെങ്കിൽ ഒരു സർക്കിൾ, അതിൻ്റെ പാത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മോഷൻ ഇറ്റ്സ് മേക്ക് എ സർക്കിൾ, ഒരു സർക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സർക്കിൾ മേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കുലർ പാത്ത് മേക്ക് ചെയ്യുന്ന ഏത് മോഷനും നമ്മൾ പറയുന്ന പേരെന്താണ്, സർക്കുലർ മോഷൻ എന്നാണ്. അപ്പം നമ്മളുടെ ഈ Q എന്ന് പറയുന്നത് എന്തായിരിക്കും, സർക്കുലർ മോഷൻ ആണ് ഡെഫിനറ്റ്ലി. അപ്പം നമ്മൾ ടിപ്പ് ഓഫ് എ മിനിറ്റ് ഹാൻഡ്, അതായത് മിനിറ്റ് ഹാൻഡിൻ്റെ ടിപ്പിൻ്റെ കേസാണ് പറഞ്ഞത് കേട്ടോ. പക്ഷെ നമ്മളൊരു ഹാൻഡിൻ്റെ കേസ്, അതായത് മിനിറ്റ് ഹാൻഡിൻ്റെ മൊത്തത്തിലുള്ള കേസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് റൊട്ടേറ്റ്സ് അറൗണ്ട് എ ഫിക്സഡ് ആക്സിസ്, അതായത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള പോയിന്റിന് അറൗണ്ട് ആയിട്ടാണ് അതിൻ്റെ മൂവ്മെൻ്റ് ഉള്ളത്. അത് റൊട്ടേഷൻ മോഷനാണ്. നമ്മൾ ടിപ്പിൻ്റെ കേസ് മാത്രം നോക്കുകയാണെങ്കിൽ ടിപ്പ് മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത്, അതായത് സർക്കുലർ പാത്തിലാണ് നമ്മൾ ടിപ്പ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ സർക്കുലർ മോഷനാണ് അവിടെ വരാം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മൂവിങ് സ്വിങ്, അതായത് ഊഞ്ഞാൽ അല്ലേ, ഒരു മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ മോഷനിലുള്ള ഒരു സ്വിങ്ങിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ ആയിരിക്കും, ഒരു മോഷനിലുള്ള സ്വിങ്ങിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആൻഡ് ഫ്രോ ആയിരിക്കും, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം ഇങ്ങോട്ടേ പോവും, പിന്നെ തിരിച്ച് വീണ്ടും അതേ ഇനീഷ്യൽ പൊസിഷനിലേക്ക് തന്നെ വരും അല്ലേ. സെൻറ്ററിലൊരു ആക്സിസ് ഉണ്ടാവും, ആ ആക്സിസിനെ കടന്നിട്ടാണ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ഉണ്ടാവും, സെൻറ്ററിൽ ഒരു ലൈൻ ഉണ്ടാവും അല്ലേ, ആ ലൈനിനെ പാസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ടു ആൻഡ് ഫ്രോ ആയിട്ട് മോഷൻ ചെയ്യുന്നത്. ഈ ടു ആൻഡ് ഫ്രോ മോഷൻ എന്താണ്, ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയുന്നത് ഒരു ടൈം എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു, അതേ സമയം എടുത്തിട്ട് തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു, അത് തിരിച്ചു വരുന്നു അല്ലേ. അപ്പോൾ എന്താണ്, അത് റെഗുലർ ഇൻ്റർവെൽസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ മോഷൻ
റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതായത് റെഗുലർ ഇൻ്റർവെൽസിൽ റിപ്പീറ്റും ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് എ ടു ആൻഡ് ഫ്രോ മോഷൻ. അപ്പോൾ നമുക്ക് ആ ഒരു മോഷനെ എന്ത് വിളിക്കാം? ഇറ്റ്സ് എ പീരിയോഡിക് മോഷൻ. റെഗുലർ ഇൻ്റർവെൽസിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് പീരിയോഡിക് മോഷൻ എന്നാണ്. അതേപോലെ തന്നെ അതിൻ്റെ മോഷൻ എങ്ങനെയാണ്? അതിൻ്റെ മോഷൻ ടു ആൻഡ് ഫ്രോ ആയിട്ടാണ് അതിൻ്റെ മോഷൻ നടക്കുന്നത് അല്ലേ. ടു ആൻഡ് ഫ്രോ മോഷൻ അതേപോലെ തന്നെ അത് എന്താണ്? ടു ആൻഡ് ഫ്രോ മോഷൻ ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഓസിലേഷൻ എന്ന് കൂടി വിളിക്കാം. ആ ഒരു മോഷൻ നമ്മൾ ഓസിലേഷൻ, അതായത് ഒരു മീൻ പോയിന്റിന് അല്ലെങ്കിൽ ഒരു മീൻ ആക്സിസിന് ടു ആൻഡ് ഫ്രോ ആയിട്ട് അതിൻ്റെ ഇടയിൽ ടു ആൻഡ് ഫ്രോ ആയിട്ട് മൂവ് ചെയ്യുന്ന ആ ടു ആൻഡ് ഫ്രോ മോഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഓസിലേഷൻ എന്നാണ്. അപ്പോൾ നമുക്ക് പീരിയോഡിക് മോഷൻ എന്നും വിളിക്കാം, അതേപോലെ തന്നെ ഓസിലേഷൻ എന്നും വിളിക്കാം. അപ്പോൾ നമുക്ക് മൂവ്മെൻറ്റ് ഓഫ് എ സ്വിങ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പീരിയോഡിക് മോഷൻ. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ആൻ ആപ്പിൾ ഫോളിങ് വേർട്ടിക്കലി ഡൗൺവേർഡ്സ്, അതായത് ഒരു ആപ്പിള് അതിൻ്റെ മരത്തിൽ നിന്ന് വേർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിട്ട് മൂവ് ചെയ്യാണ്. വേർട്ടിക്കലി താഴോട്ട് മാത്രമേ, വേർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാണ് അല്ലേ. വേർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിട്ട് ഇങ്ങനെ ആപ്പിൾ താഴേക്ക് വീഴുകയാണ്. അതായത് ഒരു മരത്തിൽ ഇവിടെ ഒരു ആപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ആപ്പിൾ എന്ത് ചെയ്തു? താഴേക്ക് വന്നു. ആ ആപ്പിൾ താഴേക്ക് വരുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും അല്ലേ, ഡ്യൂ ടു ദ ഗ്രാവിറ്റി. ഗ്രാവിറ്റി കാരണം എന്താണ്? ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? പുള്ളിങ് ഫോഴ്സ്, അതായത് എന്ത് വലിക്കുന്ന അല്ലേ, എർത്ത് വലിക്കുന്ന ഒരു പുള്ളിങ് ഫോഴ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റി എന്ന് പറയുക. ആ ഒരു ഗ്രാവിറ്റിയാണ് എന്ത്? നമ്മൾ ഈ ഒരു ആപ്പിളിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുക. അപ്പം എന്ത് ചെയ്യും? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും ആപ്പിളിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവും. മരത്തിൽ നിന്ന് ഫോൾ ചെയ്യുമ്പം സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും അത് മൂവ് ചെയ്യുക. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മോഷനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? റെക്റ്റിലീനിയർ മോഷൻ എന്നല്ലേ. അപ്പം ആൻ ആപ്പിൾ ഫോളിങ് വേർട്ടിക്കലി ഡൗൺവേർഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ്സ് എ റെക്റ്റിലീനിയർ മോഷൻ. അപ്പോൾ റെക്റ്റിലീനിയർ മോഷൻ ആണ് ഇത് വരിക. അപ്പോൾ നമ്മൾ നോക്കാം അല്ലേ. അപ്പം നമുക്ക് കിട്ടി പി ഏതാണ് വരുന്നത്? P2 ആണ് വരുന്നത്. Q ഏതാണ് വരുന്നത്? Q നമുക്ക് കിട്ടുന്നത് 3 ആണ്. R വരുന്നത് 4 ആണ്. അതേപോലെ തന്നെ S വരുന്നത് 1 ആണ്. P2, Q3, R4, S1. ഈ ഒരു ഓപ്ഷൻസ് കറക്റ്റായിട്ട് വന്നിട്ടത് ഏത് ഓപ്ഷനിലാണ്? P2, Q3, R4 ആൻഡ് S1 വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പം ഓപ്ഷൻ ഡി ആയിരിക്കുന്നത് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി എന്ത് ചെയ്യാം? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഏതാണ് നോക്കാം അല്ലേ. ഫിസിക്സ് പാർട്ടായിട്ടുള്ള ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അറേഞ്ച്മെന്റ് എ ബി സി ആൻഡ് ഡി ഷോൺ ഷുഡ് നോട്ട് ബി സെറ്റപ്പ്, അതായത് ഒരു സെറ്റപ്പ് അല്ലാത്തത് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചുള്ളത്. ഒരു സെറ്റപ്പിൽ നമുക്ക്, അതായത് നമ്മൾ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ അതിലൊരു എനർജി സോഴ്സ് വേണം, അല്ലെങ്കിൽ അതിന് ഇലക്ട്രിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സ് വേണം. ആ സോഴ്സ്, അതായത് ഇലക്ട്രിസിറ്റി കൊടുക്കാൻ പറ്റുന്നതിനാണ് നമ്മൾ സോഴ്സ് എന്ന് പറയാം. ഇനി എന്ത് ചെയ്യാം? അതിനെ കണ്ടക്ട് ചെയ്യുന്ന വയേഴ്സ് വേണം. കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വയേഴ്സ് വേണം. ഇനി ഇലക്ട്രിസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു കോമ്പണന്റ് വേണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന കോമ്പണന്റ് വേണം. അതിൻ്റെ ഇടയ്ക്ക് സ്വിച്ച് വന്നാലും പ്രശ്നമൊന്നുമില്ല, സ്വിച്ച് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല. പക്ഷെ എന്ത് വേണം? നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ അതിലെന്ത് വേണം? ഒരു സോഴ്സ് വേണം, കണ്ടക്റ്റിംഗ് വയേഴ്സ് വേണം, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്ന ഒരു കോമ്പണന്റും വേണം. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഒരു ഫിഗേഴ്സിലൊക്കെ നോക്കാം. ഇതിൽ എന്താണ്? ഒരു ബാറ്ററി ഉണ്ട്. ബാറ്ററി എന്ന് പറയുന്നത് നമ്മൾ നോർമലി ബാറ്ററി എന്ന് പറയുന്നതാണ്, പക്ഷെ നമ്മൾ എന്താണ്? നമ്മൾ സെല്ല് എന്നാണ് പറയേണ്ടത് കേട്ടോ. ഇത് ഇറ്റ്സ് എ സെൽ. ഇത് സെല്ലാണ്. നമ്മൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുക ബാറ്ററി എന്നാണ്, പക്ഷേ ഇറ്റ്സ് നോട്ട് എ ബാറ്ററി. ഇതെന്താണ്? ഒരു സെല്ലാണ്. ഒരു സെല്ലുണ്ട്, ഒരു കണ്ടക്റ്റിംഗ് വയറുണ്ട്. സെല്ല് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിസിറ്റീൻ്റെ ഒരു സോഴ്സ് ആണ് അല്ലേ. ഇനി ഈ ഇലക്ട്രിക് കണ്ടക്റ്റിംഗ് വയേഴ്സ് അല്ലെ, ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യുന്ന വയർ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ യൂട്ടിലൈസ് ചെയ്യാൻ ആരുണ്ട്? ആരുമില്ല അല്ലേ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇവിടെ യൂട്ടിലൈസ് ചെയ്യാൻ ആരുമില്ല. അപ്പം ഇറ്റ് ഷുഡ് നോട്ട് ബി എന്തായിരിക്കും? ഇതൊരു സെറ്റപ്പ് ആയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സെറ്റപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് നോക്കാം, ബിയിൽ നോക്കാം. ബിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത്? ഒരു സെല്ലുണ്ട്. സെല്ലിൽ നിന്ന് കണ്ടക്റ്റിംഗ് വയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കാണ് എന്ത് പോവുക? നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുക. അതായത് ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കായിരിക്കും എന്ത്? നമ്മുടെ കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റീൻ്റെ ഫ്ലോ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകില്ലേ. ഇങ്ങനെ പോകുമ്പോൾ എന്തുണ്ട്? ഇവിടെ ഒരു ബൾബ് ഉണ്ട്. ആ ബൾബ് എന്ത് ചെയ്യും? ഇതിനെ, ഈ ഒരു കറണ്ടിനെ യൂസ് ചെയ്യും. അതേപോലെ തന്നെ അവിടുന്ന് എന്ത് ചെയ്യും? തിരിച്ച് ഇവിടേക്ക് പോകും. ഇവിടുന്ന് എന്ത് ചെയ്യും? സെയിം എമൗണ്ട് ഓഫ് കറണ്ട് എന്ത് ചെയ്യും? യൂട്ടിലൈസ് ചെയ്യും ഈ ബൾബ്. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നെഗറ്റീവ് ടെർമിനലിലേക്ക് പോകും. അപ്പോൾ ഇവിടെ എന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സെറ്റപ്പിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ലേ. ഒരു സെറ്റപ്പിന് എന്ത് വേണം? ഒരു എനർജി സോഴ്സ് വേണം. ഉണ്ട്, നമുക്ക് സെല്ലുണ്ട്. കണ്ടക്റ്റിംഗ് വയേഴ്സ് ഇവിടെ ഉണ്ട്.
അതേപോലെ തന്നെ എനർജി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോമ്പണൻറ്റ് വേണം അല്ലേ. ആ കോമ്പണൻറ്റ് എന്താണ്, ഇവിടെ 2 ബൾബ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ ഒരു സെറ്റപ്പ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം അല്ലേ. ഇറ്റ്സ് എ സെറ്റപ്പ്. അപ്പം ഇതൊരു സെറ്റപ്പ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം, അല്ലെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കാണ് പോകുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ എന്തുണ്ട്, കണ്ടക്റ്റിംഗ് വയേഴ്സ് ഉണ്ട്. കണ്ടക്റ്റിംഗ് വയേഴ്സ് ഒരു കോമ്പണൻറ്റിലേക്ക് കണക്റ്റഡ് ആണ്. ആ കോമ്പണൻ്റ് ഏതാണ്, ബൾബാണ്. ബൾബ് എന്ത് ചെയ്യും, യൂസ് ചെയ്യില്ല, അത് യൂട്ടിലൈസ് ചെയ്യും. ബൾബ് എന്നിട്ട് എന്ത് ചെയ്യും, ഗ്ലോ ചെയ്യും. അപ്പം ഇറ്റ്സ് ഓൾസോ എ സെറ്റപ്പ്. ഇനി നമ്മൾ ഡി ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ, ഡി ഓപ്ഷനിൽ എന്താണ്, ഡി ഓപ്ഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ട്, സെല്ലുണ്ട്, എനർജി സോഴ്സ് ഉണ്ട്, കണ്ടക്റ്റിംഗ് വയേഴ്സ് ഉണ്ട്, ഒരു കോമ്പണൻ്റ് ഉണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ സ്വിച്ച് ആണ്, അല്ലെങ്കിൽ നമ്മൾ കീ എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ്, അല്ലെങ്കിൽ കോമ്പണൻ്റ് ആണ്. ആ കീ എന്തിനാണ്, സ്വിച്ച് ഓൺ ആക്കാനും ഓഫ് ആക്കാനും, അതായത് നമ്മുടെ സർക്യൂട്ട് അല്ലെങ്കിൽ ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ് ഇത് നമ്മൾ സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പം ഇതിലെന്തുണ്ട്, ഈ ഒരു സർക്യൂട്ട് സെറ്റപ്പിൽ എന്തുണ്ട്, സ്വിച്ച് ഉണ്ട്, യൂട്ടിലൈസ് ചെയ്യാൻ ബൾബ് ഉണ്ട്, കണ്ടക്റ്റിംഗ് വയേഴ്സ് ഉണ്ട്, ഒരു എനർജി സോഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലുണ്ട്. അപ്പം ഇറ്റ്സ് എ സെറ്റപ്പ്. ഇതെന്താണ്, ഒരു സെറ്റപ്പാണ്. പക്ഷെ നമ്മളെ ഫസ്റ്റ് ഓപ്ഷനിൽ, അതായത് ഈ ഓപ്ഷനിൽ എന്തില്ല, ഈ ഓപ്ഷനിൽ മാത്രമാണ് എന്തില്ലാത്തത്, നമ്മളെ എനർജി യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു കോമ്പണൻ്റ് ഇല്ല അല്ലേ. അപ്പം നമുക്ക് ഇറ്റ് ഷുഡ് നോട്ട് ബി എ സെറ്റപ്പ്. അപ്പം നമ്മളെ എ ഓപ്ഷൻ ആണ് എന്ത്, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. കാരണം ഇറ്റ്സ് നോട്ട് എ സെറ്റപ്പ്. അതെന്താ സെറ്റപ്പ് അല്ല. ആ സെറ്റപ്പിന് എന്ത് വേണം, ഒരു ഇലക്ട്രിക് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ആ ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്ത് വേണം, ഒരു സെല്ല് വേണം, അല്ലെങ്കിൽ ഒരു എനർജി സോഴ്സ് വേണം. അതേപോലെ തന്നെ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് വേണം, കണ്ടക്റ്റിംഗ് വയേഴ്സ് വേണം, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്ന ഒരു കോമ്പണൻ്റ് വേണം. അത് ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു സെറ്റപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. സ്വിച്ച് നമുക്ക് അഡീഷണലി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സ്വിച്ച് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായിരിക്കും, സർക്യൂട്ട് ആയിരിക്കും. നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ 3 കാര്യങ്ങൾ എസെൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ എനർജി സോഴ്സ്, കണ്ടക്റ്റിംഗ് വയേഴ്സ്, കോമ്പണൻറ്റ് വിച്ച് യൂസസ് ദ ഇലക്ട്രിസിറ്റി, അത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളൊരു സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റപ്പ് അല്ലാത്തത് നമ്മൾ ഓപ്ഷൻ എ മാത്രമാണ്. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൺ വിത്ത് മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം അല്ലേ. നോർത്ത് പോൾ ഓഫ് എ മാഗ്നറ്റ് ക്യാൻ ബി ഐഡന്റിഫൈഡ്. അതായത് ഒരു മാഗ്നറ്റിന്റെ നോർത്ത് പോള് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. അനദർ മാഗ്നറ്റ് നോ മാറ്റർ വെദർ ദ പോൾസ് ആർ മാർക്ക്ഡ് ഓർ നോട്ട്. അതായത് നമുക്ക് വേറൊരു മാഗ്നറ്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ വെച്ചിട്ട് നമുക്ക് നോ മാറ്റർ വെദർ ദ പോൾസ് ആർ മാർക്ക്ഡ് ഓർ നോട്ട്, അതായത് പോൾസ് മാർക്ക് ചെയ്താലും മാർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നോർത്ത് പോൾ, ഒരു മാഗ്നറ്റിന്റെ നോർത്ത് പോള് മറ്റൊരു മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം അനദർ മാഗ്നറ്റ് ഹാവിങ് ഇറ്റ്സ് പോൾസ് മാർക്ക്ഡ് ആസ് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. അതായത് അനദർ മാഗ്നറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നോർത്ത് പോള് സൗത്ത് പോളും മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർത്ത് പോൾ, നമുക്ക് അൺനോൺ ആയിട്ടുള്ള മാഗ്നറ്റിന്റെ നോർത്ത് പോളും സൗത്ത് പോളും കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം യൂസിങ് ആൻ അയൺ ബാർ. അതായത് നമ്മൾ ഒരു അയൺ ബാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിന്റെ നോർത്ത് പോൾ കണ്ടെത്താൻ പറ്റും എന്ന് പറയുന്നുണ്ട്. യൂസിങ് അയൺ ഫൈലിങ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റും, നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് നോർത്ത് പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം അല്ലേ. ഒരു മാഗ്നറ്റ് എപ്പോഴും എന്തായിരിക്കും, മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ എപ്പോഴും വേറൊരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോളുമായിട്ടും ആയിരിക്കും അട്രാക്റ്റഡ് ആവാം. അതായത് ഒരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോളുമായിട്ടായിരിക്കും ഒരു മാഗ്നറ്റിൻ്റെ, നമ്മൾ അൺനോൺ ആയിട്ടുള്ള മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ അട്രാക്റ്റഡ് ആവാം. അപ്പോൾ നമുക്കറിയാം അല്ലേ, അതായത് നോർത്ത് പോളും സൗത്ത് പോളുമാണ് അട്രാക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ മാഗ്നറ്റുമായിട്ട്, അതായത് മറ്റുള്ള മാഗ്നറ്റിൻ്റെ ഏത് പോളാണെന്ന് അറിയണം അല്ലേ. ഏത് പോളാണ് അറിഞ്ഞാലേ നമുക്ക് എന്ത് മനസ്സിലാവുള്ളൂ, നമ്മളുടെ മാഗ്നറ്റിൻ്റെ അല്ലെങ്കിൽ അൺനോൺ ആയിട്ടുള്ള മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. നോർത്ത് പോൾ അട്രാക്ട്സ് ടുവേർഡ്സ് സൗത്ത് പോൾ. അതേപോലെ തന്നെ റിപ്പൽ ചെയ്യും, ഏത് പോളുമായിട്ട് റിപ്പൽ ചെയ്യും, ഓഫ് കോഴ്സ് നോർത്ത് പോളുമായിട്ട് എന്ത് ചെയ്യും, നമ്മളെ അൺനോൺ ആയിട്ടുള്ള മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഓഫ് കോഴ്സ് നമ്മളുടെ നോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സൗത്ത് പോളും നോർത്ത് പോളും മാർക്ക് ചെയ്തില്ല മാഗ്നറ്റിൻ്റെ എന്ത് ചെയ്യും, മാഗ്നറ്റിൻ്റെ നോർത്ത് പോളുമായിട്ട് റിപ്പൽ ചെയ്യും. അപ്പം നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ പറ്റും അത് നോർത്ത് പോളാണെന്ന് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു മാഗ്നറ്റ് ആണ് വേണ്ടത്. മാഗ്നറ്റ് ഉണ്ടെങ്കിൽ മാഗ്നറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാർക്കഡ് അയക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് മനസ്സിലാവുള്ളൂ, നമ്മളുടെ അൺനോൺ ആയിട്ടുള്ള മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം അയൺ ബാർ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അതായത് മാഗ്നറ്റുമായിട്ട് ഏത് പോൾ വെച്ച് കഴിഞ്ഞാലും അത് അട്രാക്റ്റഡ് ആവും. സൗത്ത് പോൾ വെച്ച് കഴിഞ്ഞാലും നോർത്ത് പോൾ വെച്ച് കഴിഞ്ഞാലും ദേ ഗെറ്റ് അട്രാക്റ്റഡ്. അതായത്
നമ്മൾ ഏത് മാഗ്നറ്റ് കൊണ്ടുപോയി നമ്മൾ അയൺ ബാറിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാലും ഇറ്റ് ഗെറ്റ് അട്രാക്റ്റഡ്. അതായത് അത് എപ്പോഴും എന്ത് ചെയ്യും, അട്രാക്റ്റ് ആണ് ചെയ്യുക, അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, റിപ്പൽ ചെയ്യില്ല. അപ്പം നമുക്ക് റിപ്പൽഷൻ കാണിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നോർത്ത് പോൾ ഏതാണ് സൗത്ത് പോൾ ഏതാണ്, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു മാഗ്നറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നേ വേണം. അല്ലാണ്ട് നമുക്ക് മാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ യൂസിങ് അയൺ ഫൈലിംഗ്, നമ്മൾ അയൺ ഫൈലിങ്സ് നോക്കുകയാണെങ്കിൽ അയൺ ഫൈലിങ്സ് എന്താണ്, അയൺ ഫൈലിങ്സ് ഓൾസോ എ മാഗ്നറ്റിക് മെറ്റീരിയൽ. അതായത് മാഗ്നറ്റിസം കാണിക്കുന്ന ഒരു മെറ്റീരിയലാണ്, അല്ലെ മാഗ്നറ്റിസം കാണിക്കുന്നതല്ല, മാഗ്നറ്റുമായിട്ട് ഈസിലി അട്രാക്റ്റഡ് ആവുന്നത്. അതിപ്പോൾ സൗത്ത് പോൾ ആവണമെന്നില്ല, നോർത്ത് പോൾ ആവണമെന്നില്ല, അതെന്തായിരിക്കും എപ്പോഴും അട്രാക്റ്റഡ് ആവുന്ന മെറ്റീരിയൽസിനാണ് നമ്മൾ എന്ത് പറയുക, മാഗ്നറ്റിക് മെറ്റീരിയൽ. അതായത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി മാഗ്നറ്റുമായിട്ട് അല്ലെങ്കിൽ മാഗ്നറ്റിനോട് പെട്ടെന്ന് തന്നെ അട്രാക്റ്റഡ് ആവുന്ന മെറ്റീരിയൽസിനാണ് നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുക. അപ്പോൾ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഓൾവേസ് ഗെറ്റ് അട്രാക്റ്റഡ്. സൗത്ത് പോൾ ആണെങ്കിൽ വെദർ ഇറ്റ്സ് സൗത്ത് പോൾ ഓർ നോർത്ത് പോൾ, നോർത്ത് പോൾ ആണെങ്കിൽ സൗത്ത് പോൾ ആണെങ്കിൽ ദേ ഗെറ്റ് അട്രാക്റ്റഡ്. അപ്പോൾ നമുക്ക് ഒരു മാഗ്നറ്റിന് അൺനോൺ ആയിട്ടുള്ള മാഗ്നറ്റിൻ്റെ പോൾ മനസ്സിലാക്കണമെങ്കിൽ വേറൊരു നോൺ ആയിട്ടുള്ള പോൾസ് അറിയുന്ന മാഗ്നറ്റുമായിട്ട് വെച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ അട്രാക്ഷൻ ചെയ്യുന്നുണ്ടോ റിപ്പൽഷൻ ചെയ്യുന്നുണ്ടോ നോക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ബി ആണെന്ത് ഈ ഒരു ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട്, അതായത് നമ്മൾ സോർട്ടിങ് അല്ലെങ്കിൽ നമ്മൾ സെപ്പറേഷൻ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ആ ഒരു, അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് മിക്സേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിച്ചുള്ളത്. ഇൻ ആൻ ആക്ടിവിറ്റി ബോളു ഡിസോൾവ് small amount of solid copper sulfate in a tumbler half filled with water. Which method would you suggest to get back solid copper sulfate from the solution? അതായത് ഒരു ആക്ടിവിറ്റി ചെയ്തപ്പോൾ എന്ത് ചെയ്തു, സോളിഡ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് എന്ത് ചെയ്തു, ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ടംബ്ലറിലേക്ക് ഇട്ടു. ഇനി ബോലുവിന് എന്ത് ചെയ്യണം, അത് സോളിഡ് ആയിട്ടുള്ള ഫോമിൽ തന്നെ തിരിച്ച് കിട്ടണം. അങ്ങനെ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ കിട്ടണമെങ്കിൽ എന്താണ് ബോലു ചെയ്യേണ്ടത്, ഏത് പ്രോസസ്സാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡീകാൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്, ഇവാപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്, സി ഓപ്ഷൻ ആയിട്ട് സെഡിമെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്, ഡി ഓപ്ഷൻ ആയിട്ട് കണ്ടൻസേഷൻ കൊടുത്തിട്ടുണ്ട്. ഡീകാൻറ്റേഷൻ നമുക്കറിയാം അല്ലേ, ഡീകാൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അൺസോളിബിൾ അല്ലെങ്കിൽ ഇൻസോളിബിൾ ആയിട്ടുള്ള രണ്ട് അതായത് സോളിഡിനെ ഇൻസോളിബിൾ ആയിട്ടുള്ള സോളിഡ് ലിക്വിഡ് മിക്സറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ് എന്ത്, ഡീകാൻറ്റേഷൻ പ്രോസസ്സും അതേപോലെ തന്നെ സെഡിമെൻറ്റേഷൻ പ്രോസസ്സും ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം. കാരണം എന്താണ്, കോപ്പർ സൾഫേറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ. അതായത് കോപ്പർ സൾഫേറ്റ് എന്താണ്, നമ്മൾ വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്യും. എപ്പോൾ നമുക്ക് വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ, പക്ഷേ ഡിസോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിലേക്ക് കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, അത് ഈസിലി എന്ത് ചെയ്യും, ഡിസോൾവ് ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് ആ ഫിൽഡ് ആയിട്ടുള്ള ടംബ്ലറിൽ നേരെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിന് ഇവാപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. ഇവാപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മൾ വാട്ടർ ഈസിലി ഗെറ്റ് വേപ്പറൈസ്ഡ് അല്ലേ, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, വാട്ടർ വേപ്പറായിട്ട് പോകും. വാട്ടർ വേപ്പറായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സോളിഡ് ആയിട്ടുള്ള ആ ഒരു കോപ്പർ സൾഫേറ്റിനെ നമുക്ക് അവിടെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് ഇവാപ്പറേഷൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കണ്ടൻസേഷൻ നോക്കാം. കണ്ടൻസേഷൻ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് നമുക്ക് മിക്സഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ലിക്വിഡ് മിക്സർ ഉണ്ടാവില്ലേ, രണ്ട് ഫ്രീസിങ് പോയിന്റ് ഉള്ള, രണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ മിസ്സിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നോൺ മിസ്സിബിൾ, അല്ലെങ്കിൽ ഇമ്മിസിബിൾ ആയിട്ടുള്ള രണ്ട് ലിക്വിഡ്സ് ഉണ്ടാവല്ലോ, അല്ലെങ്കിൽ മിക്സ് ആവാത്ത രണ്ട് ലിക്വിഡ്സ് ഉണ്ടാവല്ലോ. നമ്മൾ പെട്രോൾ, സപ്പോസ് നമ്മൾ പറയാം പെട്രോളും വാട്ടറും എന്താണ്, രണ്ടിനും ഫ്രീസിങ് പോയിന്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കണ്ടൻസ് ചെയ്തിട്ട് ഒരു മെറ്റീരിയലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് സോളിഡ് കോപ്പർ സൾഫേറ്റ് റീറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് റീറ്റെയിൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഗെറ്റ് ബാക്ക് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇവാപ്പറേഷൻ ആണ്. ബിക്കോസ് വാട്ടർ ഇവാപ്പറേറ്റ്സ്, എന്തായിരിക്കും, വാട്ടർ ഈസിലി ഗെറ്റ് ഇവാപ്പറേറ്റഡ്. അങ്ങനെ ഇവാപ്പറേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സോളിഡ് കോപ്പർ സൾഫേറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ ബാക്കിയായിട്ട് കിട്ടും. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ചേഞ്ചസ് കനോട്ട് ബി റിവേഴ്സ്ഡ്. അതായത് ഈ കാണുന്ന ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. നമുക്ക് 1 2 3 4 5 6 7 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ട് കുറച്ച് ചേഞ്ചസ് തന്നിട്ടുണ്ട്. ഈ ചേഞ്ചസിൽ ഏതൊക്കെയാണ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ബ്ലോയിങ് ഓഫ് എ ബലൂൺ, നമ്മളൊരു ബലൂൺ വീർപ്പിച്ചു, ബലൂണിൻ്റെ ഉള്ളിലുള്ള എയർ പോയി കഴിഞ്ഞാൽ, അതായത് ബലൂണിൻ്റെ ഉള്ളിൽ നമ്മൾ ബ്ലോ ചെയ്തു,
ബ്ലോയിങ് ചെയ്ത് കഴിയുമ്പോൾ അത് വോളിയം ഇൻക്രീസ് ചെയ്ത് വരും അല്ലേ, അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്ത് അതിൻ്റെ സൈസ് ഇൻക്രീസ് ആയി വരും. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള എയർ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ സൈസ് ഷ്രിങ്ക് ചെയ്യും. അപ്പം ഇതെന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം, ഫോൾഡിങ് എ പേപ്പർ ടു മേക്ക് എ ടോയ് എയറോപ്ലെയിൻ. അതായത് നമ്മളൊരു ടോയ് എയറോപ്ലെയിൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യാണ്, പേപ്പർ ഫോൾഡ് ചെയ്യാണ്. പേപ്പർ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമുക്ക് ആദ്യം ഉള്ള ആ പേപ്പറിന് തന്നെ നമുക്ക് വീണ്ടും റിവേഴ്സ് ചെയ്തിട്ട് കിട്ടില്ലേ, കിട്ടും. അപ്പം നമുക്ക് ഇറ്റ് ഓൾസോ റിവേഴ്സ്, അതായത് ഈ ഒരു ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കെന്നാ നോക്കാം, റോളിങ് എ ബോൾ ഓഫ് ഡഫ് ടു മേക്ക് റൊട്ടി. അതായത് ഒരു റൊട്ടി മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മാവ്, അതിൻ്റെ ചപ്പാത്തിൻ്റെ മാവ് എന്ത് ചെയ്യുക, റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ബോളാക്കി മാറ്റാണ്. ആ ബോളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് റൊട്ടീൻ്റെ ആ ഷേപ്പിലുള്ളതിനെ വീണ്ടും നമുക്ക് തിരിച്ചെന്ത് ചെയ്യാൻ പറ്റും, ബോളാക്കി മാറ്റാൻ പറ്റും. നമ്മൾ റൊട്ടി മേക്ക് ചെയ്തിട്ടില്ല കേട്ടോ, റൊട്ടി മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ബോളിനെ എന്ത് ചെയ്തു, റൊട്ടീൻ്റെ ഷേപ്പിൽ അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിലേക്ക് നമ്മൾ മാറ്റി. അത് ആ സർക്കുലർ ഷേപ്പിനെ നമുക്ക് വീണ്ടും ബോളാക്കി മാറ്റാൻ പറ്റില്ലേ, മാറ്റാൻ പറ്റും. അപ്പം ഇതെന്താണ്, റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ചേഞ്ചാണ്. ഇനി നമുക്ക് നോക്കാം, ബേക്കിംഗ് കേക്ക് ഇൻ ആൻ ഓവൻ. ഒരു ഓവനിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലോർ യൂസ് ചെയ്യുന്നുണ്ട്, എഗ്ഗ് യൂസ് ചെയ്യുന്നുണ്ട്, സർട്ടൻ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഷുഗർ യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓവനിൽ ബേക്കിംഗ് ചെയ്യുന്നത്, അതായത് നമ്മൾ കേക്ക് ബേക്കിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേക്ക് ബേക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തിരിച്ച് നമ്മൾ യൂസ് ചെയ്ത എഗ്ഗ്, അതേപോലെ തന്നെ ഷുഗർ, അതേപോലെ തന്നെ വാട്ടർ, അങ്ങനെ വേറെ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, ഇല്ല. അപ്പോൾ ആ ചേഞ്ച് എന്തായിരിക്കും, ഇറ്റ്സ് ആൻ ഇറിവേഴ്സിബിൾ. ഇതെന്തായിരിക്കും, ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണ്. ദ ചേഞ്ച് ദാറ്റ് കനോട്ട് ബി റിവേഴ്സ്. അതായത് ആ ചേഞ്ചിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് നോക്കാം, ഡ്രൈയിങ് എ വെറ്റ് ക്ലോത്ത്. അതായത് ഒരു വെറ്റായിട്ടുള്ള ക്ലോത്തിനെ നമ്മൾ ഡ്രൈ ചെയ്യാണ്. ഡ്രൈ ചെയ്യുമ്പോൾ ആ വെറ്റ് ക്ലോത്തിലുള്ള വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും, ഇവോപ്പറേറ്റ് ചെയ്ത് പോകും. പിന്നീട് നമ്മൾ എന്ത് ചെയ്യാണ്, പിന്നീട് നമ്മൾ ആ വെറ്റായിട്ട് അല്ലെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ള ക്ലോത്തിലേക്ക് നമ്മൾ വീണ്ടും വാട്ടർ പോർ ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും എന്ത് ചെയ്യും, വെറ്റ് ക്ലോത്ത് ആയിട്ട് മാറും അല്ലേ. അപ്പം ഈ ഒരു ചേഞ്ചും എന്താണ്, ഈ ഒരു ചേഞ്ചും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ചേഞ്ചാണ്, റൈറ്റ്. അപ്പം ഇറ്റ്സ് ഓൾസോ എ റിവേഴ്സ്, അതായത് ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ചാണ്. കാരണം വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്ത് പോയിട്ടുള്ളൂ, ആ വാട്ടറിനെ നമ്മൾ വീണ്ടും പോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ആ ക്ലോത്തിനെ വെറ്റാക്കാൻ വീണ്ടും പറ്റും. അപ്പം ഇറ്റ്സ് എ റിവേഴ്സിബിൾ, അതായത് എന്താണ്, നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ്, ആ ഒരു ചേഞ്ചാണ്. ഇനി നമുക്ക് നോക്കാം, മേക്കിംഗ് ബയോഗ്യാസ് ഫ്രം കൗഡങ്. അതായത് ഒരു കൗഡങ്ങിൽ നിന്ന് നമ്മൾ ബയോഗ്യാസ് ഉണ്ടാക്കുകയാണ്. കൗഡങ് എന്ന് പറയുന്ന മെറ്റീരിയൽ ആണോ ബയോഗ്യാസ്, അതായത് ബയോഗ്യാസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് കൗഡങ്ങിലുണ്ട്. പക്ഷേ ആ കൗഡങ്ങിലുള്ള മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്യാസ് ആക്കി മാറ്റാണ്. തിരിച്ച് ആ ഗ്യാസിന് വീണ്ടും നമുക്ക് കൗഡങ്ങാക്കാൻ പറ്റുമോ, ഇല്ല. അപ്പം ഇറ്റ്സ് കനോട്ട് ബി റിവേഴ്സ്, ഇറ്റ്സ് എ ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണ്. ഇനി ബേണിംഗ് ഓഫ് എ കാൻഡിൽ. ഒരു കാൻഡിൽ മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള സോളിഡിൽ നിന്ന് അത് ലിക്വിഡ് ആയിട്ട് മാറുന്നുള്ളൂ അല്ലേ. അത് മെൽറ്റ് ആവുകയാണെങ്കിൽ അത് സോളിഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് ആയിട്ടാണ് മാറുന്നത്. ഇനി നമ്മൾ അതിനെ എന്താക്കാണ്, അതിനെ നമ്മൾ ബേൺ ചെയ്യാണ്. ബേൺ ചെയ്യുമ്പോൾ കാൻഡിൽ എന്ത് ചെയ്യും, ബേൺ ചെയ്തു കുറേ ഫ്യൂംസ് ആയിട്ടും കുറേ ഗ്യാസസ് ആയിട്ടൊക്കെ പോവാണ് അല്ലേ, മുകളിലേക്ക് പോവാണ്. അപ്പം നമുക്ക് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്യാസസിന് തിരിച്ച് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാൻഡിലാക്കാൻ പറ്റില്ല അല്ലേ. അപ്പം ഇറ്റ്സ് കനോട്ട് ബി റിവേഴ്സ്ഡ്. അപ്പോൾ ആ ഒരു ചേഞ്ച് എന്ത് ചെയ്യുക, റിവേഴ്സിബിൾ അല്ല, ഇറ്റ്സ് ആൻ ഇറിവേഴ്സിബിൾ ചേഞ്ച്. അപ്പോൾ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തത് ഏതൊക്കെയാണ്, 4, 6 and 7. അപ്പോൾ 4, 6, 7 എന്ന് പറയുന്ന ഈ ചേഞ്ചസ് ആണ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് നോക്കല്ലേ ഏതൊക്കെയാണ്, 4, 6, 7 അല്ലേ. അപ്പം 4, 6, 7 എന്ന് പറയുന്നത് ഏത് ഓപ്ഷനാണ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള സെക്കൻഡ് പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. ലീപ്പിൽ അതേപോലെ തന്നെ നമ്മൾ എംസാറ്റ് പോലെയുള്ള എക്സാംസിനൊക്കെ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോസ് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ആൾ.